എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025. Strength card, 10 of Wands, Tower Movement, 4 of Swords, Death card, 3 of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ട്രെങ്ത് എനർജി, ഇത് സൂചിപ്പിക്കുന്നത് ജീവിതം നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും ആരോഗ്യസ്ഥിതിയും സാഹചര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഒത്തുവരുന്നു എന്നുള്ളതാണ്. കാരണം അടുത്തിടെയായിട്ട് ജീവിതത്തിൽ ഒത്തിരി പ്രാരബ്ധങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിൽ നിന്നുള്ളൊരു മുക്തിയാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് കണക്ഷൻ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള, അതായത് എല്ലാവരുടെയും ഉള്ളിലൊരു മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആരോടും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകാത്ത ഏറ്റവും നല്ല സ്വഭാവം, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരാളായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സൗമ്യ സ്വഭാവം, അല്ലെങ്കിൽ ആരോടും എതിർത്ത് സംസാരിക്കാതെ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം വഴിമുട്ടിപ്പോയി എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ടാവാം നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു. മറ്റുള്ളവരിൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കാരണം പലപ്പോഴും നമ്മൾക്ക് വേണ്ടി സംസാരിക്കാതാവുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ഉപയോഗിക്കുകയും മറ്റും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു, കെയർ എടുക്കുന്നു. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യണം. ഇമോഷൻസിന് അടിമപ്പെട്ടിട്ടൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് ശരി എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നോ, മറ്റുള്ളവരെന്ത് പറയുന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സങ്കടമാവുമോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഹോമിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു, പ്രവർത്തിക്കുകയും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വളരെ ബോൾഡായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം പാരൻസ് അവർ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കൊക്കെ എന്തിനും ഏതിനും നിന്നു കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് 10 ഓഫ് ഫോൺസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ച് ഒത്തിരി പ്രാരബ്ധങ്ങൾ ജീവിതത്തിലുണ്ട്. പ്രാരബ്ധ കെട്ടുകളൊക്കെ അഴിച്ച് വയ്ക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല പ്രാരബ്ധങ്ങളും നിങ്ങൾക്കുണ്ടാകാം. പ്രാരബ്ധങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു സമയം എന്ന് പറയാം. ഈ ഒരു എനർജി 10 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് പലരും നിങ്ങളുടേതല്ലാത്ത പ്രാരബ്ധങ്ങളായിരിക്കാം നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദരങ്ങൾ, അതായത് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ജീവിതം ത്യജിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചിലപ്പോൾ മൂത്ത സഹോദരനായിരിക്കാം ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ സഹോദരങ്ങളെയൊക്കെ കെട്ടിച്ചയക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനോ പഠിപ്പിക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ മറന്നിട്ട് പോയിട്ടുള്ളവർ ഒത്തിരി വൈകിപ്പോയി എങ്കിലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകാതിരിക്കുക. കാരണം എല്ലാവരും അവരുടെ ജീവിതം നോക്കി പോകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങൾ മനസ്സിലാക്കുന്നു ഇനിയൊന്നുമില്ല എന്നുള്ളൊരു നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സമയത്തായിരിക്കും ഇനിയും നിങ്ങൾക്ക് ജീവിതം ബാക്കിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഫാമിലി എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 10-40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച്, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ വീട്ടുകാർക്കോ വേണ്ടി ജീവിച്ചിട്ട് ഒന്നും ബാക്കിയില്ല എന്നുള്ളത്, ഇനി സമയമില്ല എന്നുള്ളതും ചിന്തയിൽ വരുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല. നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട്. കുറച്ച് വൈകിപ്പോയി എന്നിരുന്നാലും
ബെറ്റർ ലേറ്റ് ആൻഡ് നെവർ എന്നുള്ളതാണല്ലോ. അപ്പോൾ ലേറ്റായി പോയെങ്കിലും ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന സിറ്റുവേഷനാണ്. ചില ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ലേറ്റ് മാരേജ്, കുറച്ച് ലേറ്റ് ആയിട്ടുള്ളതാണെങ്കിലും ഒരു മാരേജ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ലൈഫോ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ടവർ മൊമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടവർ മൊമെൻ്റ് സൂചിപ്പിക്കുന്നത് ജീവിതം, അതായത് ജീവിതം പുതുക്കി പണിയാണ്. പുതുക്കി പണിയുന്ന വീണ്ടും പുനർസൃഷ്ടിക്കുകയാണ്, റീബിൽഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫായിരിക്കും ചിലപ്പോൾ റീബിൽഡ് ചെയ്യുന്നത്. അത് ലിറ്ററലി ഈ പറഞ്ഞ പോലത്തെ സിറ്റുവേഷനുള്ളവർക്ക്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് വീട് പണി കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ, സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു കാര്യങ്ങളുണ്ടോ. അപ്പോൾ അങ്ങനെ നിർത്തി വെച്ചിട്ടുള്ളത് തിരിച്ചു പിടിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട് എക്സ്റ്റൻഷനൊക്കെ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊക്കെയുള്ള പോസിബിലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുടെ വീടിന് ഒരു മുറി കൂടി എക്സ്ട്രാ എടുക്കുന്നു, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു, വീട് പുതുക്കി പണിയുന്നു, പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വർക്ക്, ഡെക്കറേഷൻസ് ഒക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ടവർ മൂമെൻ്റ് ആണ്. ഈ ഒരു ടവർ മൂമെൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ലൈഫ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങളുടെ ഓൾഡ് ഹാബിറ്റ്സ് ഒക്കെ, ഓൾഡ് പാറ്റേൺസ് ഒക്കെ മാറ്റി വെച്ചിട്ടുള്ളതും, പുതിയ പാറ്റേൺസ് ജീവിതത്തിൽ, പുതിയ സ്വഭാവങ്ങൾ, നിങ്ങൾ ഒരു ശുദ്ധീകരണം തന്നെ നടത്തുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ വേണ്ടാത്ത ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതം മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പേർപ്പസ് എന്താണ് ജീവിതത്തിൽ, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന് പലതും മനസ്സിലാക്കി ഇതുവരെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. അതായത് എന്തെങ്കിലും കോഴ്സിന് ശ്രമിച്ചിട്ടുള്ളതോ വിദേശത്ത് പോകാനോ ഒക്കെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനിയും സാധ്യതകളുണ്ട്, നടക്കാനുള്ള അവസരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, 4 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആരുമില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അടുത്തിടെ വരുന്നുണ്ട്. ഒരു ലോൺലി ഫീലിംഗ്, ഡിപ്രഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഫാമിലിയിൽ തുറന്നു പറയാൻ പറ്റില്ല എന്നൊക്കെ. ചില ആളുകൾ, ചില പാരൻസ് ആയിരിക്കും, അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പ്രശ്നം അത്രയും രൂക്ഷമാണെന്ന് എങ്കിൽ സംസാരിക്കുക, കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. ചില ആളുകളുടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടാവാം. ഒരു പക്ഷേ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണെങ്കിൽ പോലും പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് അതായത് അടുപ്പമുള്ള ആളുകൾ, അങ്ങനെയുള്ളവരോടൊന്ന് തുറന്ന് സംസാരിക്കുക. ആ ഒരു ഡിപ്രസീവ് ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളുണ്ട് എങ്കിൽ, കാരണം ഇവിടെ ആ ഒരു എനർജി ഉണ്ട്, നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് മൂലമുള്ള സങ്കടം. അപ്പോൾ അതൊന്ന് തുറന്ന് സംസാരിച്ചാൽ മാറാവുന്നതുള്ളൂ. ഡെത്ത് കാർഡാണ് 10 ഓഫ് വോൺസ് എനർജി, ഡെത്ത് കാർഡ് എനർജി എന്ന് പറയുന്നത് പര്യവസാനമാണ് പലതിൻ്റെയും. ജീവിതത്തിൽ പലതും പര്യവസാനിച്ച് പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ഈ പര്യവസാനത്തിൽ നിന്നൊരു പുതിയ തുടക്കം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈക്കിളാണ്. ഇപ്പോൾ എപ്പോഴും പുനരഭിജനനം, പുനരഭിമരണം എന്ന് പറയുന്ന പോലെ മരണത്തിന് ശേഷം പുതിയൊരു ജീവൻ, അതിനുശേഷം വീണ്ടും മരണം, അങ്ങനെ ഒരു എനർജി തന്നെയാണുള്ളത്. ഇത് സൂചിപ്പിക്കുന്ന എത്ര ഉള്ളൂ, പുതിയൊരു ജീവിതത്തിന് എപ്പോഴും സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. വൈകിപ്പോയി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണോ, സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പലതും, അതിപ്പോൾ പുതിയ ജീവിതമായിരിക്കും, ഒരു മാരേജ് ആയിരിക്കും, സെക്കൻഡ് മാരേജ്, ഡിവോഴ്സിന് ശേഷം, ബ്രേക്കപ്പിന് ശേഷം പ്രണയം, അല്ലെങ്കിൽ പുതിയൊരു ജോലി, എന്തായാലും ഇനിയും അവസരമുണ്ട്. എത്ര വൈകിയാലും അവസരങ്ങൾ പിന്നെയും ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സൗഹൃദങ്ങൾ, 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കളുടെ സഹായം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ചിലപ്പോൾ സുഹൃത്തുക്കൾ കടമായിട്ടോ സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ജീവിതം അല്ലെങ്കിൽ ലൈഫ് പേർപ്പസ് നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചു ആ രീതിയിൽ തന്നെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സിലേക്ക് പോകാനുള്ള എനർജിയും ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങൾ ചിന്തിച്ചു അതേ രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതും ഒത്തിരി തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.